പഴയ ആളുകൾ ഏറ്റവും നിർബന്ധം പുലർത്തിയത് പ്രകൃത്യ ഒരു ദേശത്ത് വളരുന്ന സസ്യങ്ങളെ അവിടെ നിന്ന് വേറൊരു ദേശത്ത് കൊണ്ടുപോയി നടാൻ അവരനുവദിക്കില്ല. ജനാധിപത്യം വരുന്നതുവരെ സസ്യവിപണനങ്ങൾ അനുവദിച്ചിരുന്നില്ല. അത് ജനജീവിതത്തെ ബാധിക്കുമെന്ന് വ്യക്തമായി അവർ മനസ്സിലാക്കിയിരുന്നു. ജനതയുടെ സ്വഭാവത്തെ ബാധിക്കുമെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ജനതയുടെ സംസ്കൃതിയെ മാറ്റിമറിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. കഴിക്കുന്ന ആഹാരമാണ് അല്ലെങ്കിൽ അന്നമാണ് കോശങ്ങളായി പരിണമിക്കുന്നത്. ഞാൻ ജീവിക്കുന്നിടത്ത് 12 മണിക്കൂർ സൂര്യനുണ്ട്. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന വെള്ളം ഞാൻ രൂപാന്തരപ്പെട്ടു വന്ന പാർത്ഥിവ പരിമാണങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവയാണ്. പാർത്ഥിവ പരമാണുക്കൾ എന്ന് പറഞ്ഞാൽ മൺപൊടികൾ. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നിടത്ത് മണ്ണിൽ എത്ര ശതമാനം സിലിക്കയുണ്ട്, എത്ര ശതമാനം ബോറേറ്റ് ഉണ്ട്, എത്ര ശതമാനം അലൂമിനിയം ഉണ്ട്, എത്ര ശതമാനം ഇരുമ്പുണ്ട്. ഇവിടുത്തെ മണ്ണെടുത്ത് പരിശോധിച്ചാൽ എത്ര ഇരുമ്പുണ്ട്, എത്ര സ്വർണ്ണമുണ്ട്. ഞാൻ ജീവിക്കുന്ന അന്തരീക്ഷം അതാണ്. ആ മണ്ണിൽ ചവിട്ടി വേണം എനിക്ക് നടക്കാൻ. ആ മണ്ണിൻ്റെ പൊടിപടലങ്ങളുടെ ധൂളികളുള്ള പ്രാണൻ വേണം ഞാൻ ശ്വസിക്കാൻ. ആ മണ്ണിൻ്റെ പൊടിപടലങ്ങൾ കലർന്ന ചോറും കറിയും വേണം ഞാൻ കൂട്ടാൻ. മനസ്സിലായി സ്വാമിജി. അപ്പോൾ ഇതെല്ലാം ഞാൻ അനുസരിക്കുമ്പോൾ ഇവിടെ താമസിക്കുന്ന ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ദേശകലനാ വൈചിത്ര്യമുള്ള എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരുമ്പ്, ഇതുപോലെ സ്വർണം, ഇതുപോലെ വെള്ളി കലർന്ന ഈ അനുപാതത്തിൽ കലർന്നതല്ലാത്ത വേറൊരു അനുപാതത്തിൽ കലർന്ന മണ്ണ് ഉള്ള സ്ഥലത്ത് മനസ്സിലായി സ്വാമിജി. അവിടെ വളർന്ന അവിടുത്തെ സാധനങ്ങൾ വലിച്ചെടുത്ത് വളർന്ന് കോശ പ്രജനനം സാധിച്ച്, കോശ വിപര്യം സാധിച്ച്, കോശ വിഭജനങ്ങൾ സാധിച്ച്, ക്രമഭംഗാദികൾ സാധിച്ച് വന്നിരിക്കുന്ന സസ്യവും അതിൻ്റെ വേരും അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലയും അതിൻ്റെ പൂവും അതിൻ്റെ കായുമെല്ലാം. അതും മുരിങ്ങയാണ്, ഇതും മുരിങ്ങയാണെങ്കിൽ അതിനും മുരിങ്ങക്കായ എന്നും ഇതിനും മുരിങ്ങക്കായ എന്നുമാണ് നിങ്ങൾ പറയുന്നത്. അവിടുത്തെ മാവിലെ മാങ്ങയ്ക്കും മാങ്ങയെന്നാണ് നിങ്ങൾ പറയുന്നത്, ഇതിനും മാങ്ങ എന്നാണ് പറയുക. അവിടുത്തെ പശുവിനും പശു എന്നാണ് പറയുക, ഇവിടുത്തെ പശുവിനും നിങ്ങൾ പശു എന്നാണ് പറയുക. പ്രകൃത്യ അവയുടെ പാലിൻ്റെ അളവും ഇവയുടെ പാലിൻ്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ അളവിൽ, അതിൻ്റെ ഗുണത്തിൽ, അതിലെ കൊഴുപ്പിൻ്റെ അംശത്തിൽ, സോഡിയത്തിൻ്റെ അംശത്തിൽ, മഗ്നീഷ്യത്തിൻ്റെ അംശത്തിൽ, കോബാൾട്ടിൻ്റെ അംശത്തിൽ, ഇവയെല്ലാം ഇന്ന് ബയോകെമിസ്ട്രി നിങ്ങൾക്ക് വേർതിരിക്കാം. ആ ജേഴ്സിയുടെ പാലും ഈ ഇവിടുത്തെ നാടൻ്റെ പാലും വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ, സൂര്യനുള്ള സ്ഥലത്ത് ജീവിക്കുന്ന നിങ്ങൾ സൂര്യനില്ലാത്ത സ്ഥലത്ത് വളരുന്ന പശുവിൻ്റെ പാലും ആ പശുവിൻ്റെ നെയ്യും ആ പശുവിൻ്റെ മാംസവും മനസ്സിലായി സ്വാമിജി. നിങ്ങൾ പശുവിൻ്റെ മാംസമെന്നും പശുവിൻ്റെ പാലെന്നും പശുവിൻ്റെ നെയ്യെന്നും പശുവിൻ്റെ മോരെന്നും പശുവിൻ്റെ വെണ്ണയെന്നും ഒക്കെ പറഞ്ഞാണ് നിങ്ങൾ കഴിക്കുന്നത്, കലർത്തിയും കലർത്താതെയും. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗോതമ്പിനും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗോതമ്പിനും ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗോതമ്പിനും രാഷ്ട്രീയമായ വ്യതിയാനമല്ല ഉള്ളത്, മതപരമായ വ്യതിയാനമല്ല ഉള്ളത്, ജാതീയമായ വ്യതിയാനമല്ല ഉള്ളത്. അതിൻ്റെ ഗുണവീര്യ വിഭാഗങ്ങളിലുള്ള വ്യതിയാനമുണ്ട്.